ഇന്നത്തെ റെസിപ്പി ഒരു ഉണക്ക ചെമ്മീൻ തീയലാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് അഴുക്കൊക്കെ ഉള്ളത് അതിൻ്റെ ഇതെല്ലാം ഒന്ന് പറക്കി റെഡിയാക്കി എടുത്തിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കുറച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ഉള്ളി, അതിനാവശ്യത്തിനുള്ള ഉള്ളി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും അത് കുറേശ്ശെ മതി. കാരണം വെച്ചാൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു മധുരം വരും. ഉള്ളിയൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ കൊഞ്ചിന് ആവശ്യത്തിനുള്ള ഉള്ളി മതി. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിരിക്കുന്നത്. ഉള്ളിയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തീരെ കനം കുറച്ച് വഴറ്റത്തക്ക രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൊഞ്ച് കഴുകി വൃത്തിയാക്കി തോർത്തി വെച്ചേക്കാണ്. കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത് വറുത്തിടണം. അത് പിന്നെ തേങ്ങ വറുത്ത് പൊടിച്ചത്, പുളി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ശകല അരിയൊക്കെ ആകാം തീയലല്ലേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് വറുത്ത് എടുത്തിട്ടാണ് എടുക്കുന്നത്. പൊടിയെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പിഴിഞ്ഞ പുളി അതിന് നമ്മൾ ചേർക്കുന്നത്. പുളിയെല്ലാം ഒന്ന് പിഴിഞ്ഞ് അതിനകത്ത് ചേർക്കണം. വറുത്ത കോരി വെച്ചേക്കുന്ന പൊടിക്കകത്തോട്ട് നമ്മളതും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം നമുക്ക് കൊഞ്ചങ്ങ് വറുത്തെടുക്കാം. കൊഞ്ച് വറുത്തെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. നമുക്കിത് നമുക്ക് ഈ പരുവത്തിൽ കോരിയെടുക്കണം. തേങ്ങാക്കൊത്തും ചെറുതായിട്ടരിഞ്ഞ് പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ച് മൂത്ത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇങ്ങ് കോരിയെടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കറിവേപ്പിലയും കൂടെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം നമ്മളെടുക്കാൻ. എങ്കിലേ തീയലിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു കുക്കർ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വഴറ്റി വെച്ചേക്കുന്നത് കോരിയിട്ട് കൊടുക്കാം. തിളക്കിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടത്. അതിനകത്തോട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി സാധനം എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. കൊത്തും പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടും കൂടെ അതിനോട് ചേർത്ത് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ഒന്ന് ചേർത്ത്. ഇതെല്ലാം റെഡിയായി വന്നിട്ട് വേണം നമുക്ക് തേങ്ങ പൊടിച്ച് വെച്ചേക്കുന്ന ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനെ ഒന്ന് കുക്കർ അടച്ച് വെച്ച് നല്ലോണം ഒന്ന് 2 വിസിൽ കേൾക്കണം. എന്നിട്ട് നമുക്ക് എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം വെന്ത് റെഡിയായി 2 വിസിൽ കേട്ടിട്ടുള്ളൂ. 2 വിസിൽ കേട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന തേങ്ങപ്പൊടി
ചേർത്ത് നല്ല തീ ശകലം കൂടി തീ ഒന്ന് കൂട്ടിയിട്ട് വേണ്ട കൊഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തൊഴിക്കണം. ഇത് വാങ്ങി വെച്ച് കടുക് വറുക്കണം. കടുക് പൊട്ടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി നമുക്ക്. അല്ലാതെ വേറൊരു കറി ഇതിൻ്റെ കൂടെ ആവശ്യം വരത്തില്ല. അത്ര ടേസ്റ്റാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. കാരണം അത്ര ടേസ്റ്റ്. നമുക്കിത് ചോറ് കഴിക്കാൻ മാത്രമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമായാലും ദോശയായാലും എന്തിനും കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.